ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് വിശേഷിപ്പിക്കുന്ന അയൺ ഡോമിനെ പോലും തകർത്തെറിഞ്ഞ ഇറാന്റെ ആക്രമണം. എന്താണ് അയൺ ഡോം? ഇറാന്റെ ആക്രമണത്തിൽ അയൺ ഡോമിന് എന്താണ് സംഭവിച്ചത്? അയൺ ഡോം ഒരു രാജ്യത്തെ ആകെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ആകാശ രക്ഷ കവചം പോലെയാണ് കരുതപ്പെടുന്നത്. 2003 ഓഗസ്റ്റ് 7-ന് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ അയൺ ഡോമിന്റെ പ്രതിരോധം കുറച്ചൊന്ന് പതറിയിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ നടത്തിയ ആക്രമണം അയൺ ഡോമിന്റെ ശക്തിയെ ചോദ്യം ചെയ്തു. ടെൽ അവീവ്, ജെറുസലേം തുടങ്ങിയ നഗരങ്ങളിൽ അയൺ ഡോമിന്റെ പ്രതിരോധം തകർത്തുകൊണ്ട് മിസൈലുകൾ പതിച്ചു. ശത്രുവിന്റെ മിസൈലുകളും റോക്കറ്റുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുവാൻ കഴിയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. 2011 ഇത് ഇസ്രായേൽ പ്രവർത്തനം ആരംഭിച്ചു. അതിനു മുമ്പ് 2006 ഹിസ്ബുള്ള ഏകദേശം 4000 റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. അപ്പോഴാണ് റോക്കറ്റ് ആക്രമണങ്ങളെ ചെറുക്കുവാൻ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം വേണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചത്. അയൺ ഡോമിന്റെ പ്രധാന ഭാഗം അതിന്റെ റഡാർ സംവിധാനമാണ്. ഇത് ശത്രുക്കളുടെ റോക്കറ്റുകളും ഡ്രോണുകളും തിരിച്ചറിയുന്നു. ഈ വിവരങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കൈമാറുന്നു. കൺട്രോൾ യൂണിറ്റ് റോക്കറ്റുകളുടെ വേഗതയും ദിശയും കണക്കാക്കുന്നു. റോക്കറ്റ് ജനവാസ സ്ഥലത്തേക്കാണോ അതോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്കാണോ പോകുന്നത് എന്ന് സിസ്റ്റം കണ്ടെത്തുന്നു. ജനവാസ സ്ഥലത്തേക്ക് വരുന്ന റോക്കറ്റുകളെ വെടിവെച്ച് തകർക്കുവാൻ മിസൈൽ ലോഞ്ചറുകൾക്ക് കൺട്രോൾ സിസ്റ്റം നിർദ്ദേശം നൽകുന്നു. ഒരേ സമയം നിരവധി റോക്കറ്റുകൾ വന്നാൽ അയൺ ഡോമിന്റെ പ്രവർത്തനം കുറഞ്ഞേക്കും. വിദഗ്ധർ പറയുന്നു, വളരെ കൂടുതൽ എണ്ണം റോക്കറ്റുകൾ ഒരുമിച്ച് വന്നാൽ അയൺ ഡോമിന് അവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇസ്രായേൽ ഈ പോരായ്മ മുൻകൂട്ടി കണ്ടിരുന്നു. ഇറാൻ മിനിറ്റുകൾക്കുള്ളിൽ നിരവധി റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ നഗരങ്ങളിലേക്ക് അയച്ചത്. ഇതിൽ ചില റോക്കറ്റുകൾ അയൺ ഡോമിനെ മറികടന്ന് ലക്ഷ്യസ്ഥാനം പതിച്ചു. ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഏതാണ്ടും ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സമാനമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം അതിന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. സമീപകാലത്ത് പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ പാകിസ്ഥാൻ വിക്ഷേപിച്ച ഡ്രോണുകളും മിസൈലുകളും ഒന്നൊഴിയാതെ S-400 ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. ഇതിന്റെ ഫലമായി ഒരു മിസൈൽ പോലും ഇന്ത്യൻ മണ്ണിൽ പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല. ഇത് ഇന്ത്യയുടെ S-400 സിസ്റ്റത്തിന്റെ അസാധാരണമായ പ്രകടനത്തിന്റെയും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയെയും എടുത്തു കാണിക്കുന്നു. ഈ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ ആർമിക്ക് ഒരു വലിയ സല്യൂട്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.